എനിക്ക് തന്ന ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെമ്പ് പാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പ് പാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കും. സ്വർണ്ണപ്പാളി കൊണ്ടുപോയി സ്വർണ്ണം എവിടെ ഒരുക്കി പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല. അതിൽ ഞാനൊരു പരാതിയല്ല കൊടുത്തത്. അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഠവുമായിട്ട്, അതായത് ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെന്താണ് ഇതിലൊരു സ്വർണ്ണ വിവാദം വന്നിട്ട് നിങ്ങൾ എൻ്റെ ജനനം, എൻ്റെ മരണം, എൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യത എല്ലാം നഷ്ടപ്പെടുത്താനും ഞാൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ, ഞാൻ മറ്റേ ആക്ഷേപങ്ങൾക്കെല്ലാം നടപടിയെടുക്കട്ടെ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ കാരണത്തിന്, അതായത് ഈ ഗോൾഡ് ഗ്ലാഡിങ് ചെയ്തൊരു സാധനം ചെമ്പുപാളി എന്ന് ദേവസ്വം ബോർഡ്, ഞാൻ ഇതുവരെയെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആരോപിക്കാം, അതുകൊണ്ട് കാര്യമില്ലല്ലോ. എനിക്ക് തന്ന ഡോക്യുമെൻ്റ് ചെമ്പെന്നാണ്, മഹാസ്റ്ററിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാനും അറിയുന്നത് ഈ സമയത്ത്. അപ്പം എനിക്ക് ചെമ്പെന്ന് പറയും, ഒരു പക്ഷേ ചിലപ്പോൾ അതിലെ സ്വർണം പൂശിയത് സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ തീരുമാനം എടുത്ത് തന്നിട്ടുള്ളത്. പക്ഷേ അതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല.